അറബിക്കടലിൽ തീപിടിച്ച ചരക്ക് കപ്പലിൽ നിന്നുള്ള വസ്തുക്കൾ ആലപ്പുഴ കൊച്ചി തീരങ്ങളിൽ അടിഞ്ഞു. വളഞ്ഞവഴി തീരത്ത് ഗ്യാസ് ടാങ്കറും ചെല്ലാനം തീരത്ത് വീപ്പയുമാണ് അടിഞ്ഞത്. രണ്ടിടത്തും നാട്ടുകാരും സുരക്ഷാ സേനയും ചേർന്ന് വസ്തുക്കൾ തീരത്ത് സുരക്ഷിതമായി കെട്ടിയിട്ടു. കസ്റ്റംസ് ഉൾപ്പെടെയുള്ളവരുടെ പരിശോധനയ്ക്ക് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും. അറബിക്കടലിൽ തീപിടിച്ച വൻഹായ് 503 ചരക്ക് കപ്പലിൽ നിന്നും കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചിരുന്നു. ഈ കണ്ടെയ്നറുകളിലെ വസ്തുക്കളാണ് തീരത്തടിഞ്ഞതെന്നാണ് പ്രാഥമിക നിഗമനം. ആലപ്പുഴയിലെ വളഞ്ഞവഴിയിൽ തിങ്കളാഴ്ച രാവിലെയോടെയാണ് ഗ്യാസ് ടാങ്കർ തീരത്തടിഞ്ഞത്. വാതക ടാങ്കറിനുള്ളിൽ നിലവിൽ എന്താണെന്നത് സംബന്ധിച്ച് ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതേസമയം ടാങ്കർ ശൂന്യമാണെന്ന് കസ്റ്റംസ് പ്രാഥമിക വിവരം നൽകി. വിശദമായ പരിശോധനയ്ക്ക് ശേഷമേ ഇക്കാര്യം ഉറപ്പിക്കാനാകൂ. വളഞ്ഞവഴി സന്ദർശിച്ച ജില്ലാ കളക്ടർ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അറിയിച്ചു. കസ്റ്റംസുകാർ വന്ന് ഇത് ഏറ്റെടുത്തു. അവർ അതിനത് എവിടെയെങ്കിലും റീകൺവേ ചെയ്ത് ഒന്നുകിൽ ഇവിടുന്ന് നേരിട്ട് കൊണ്ടുപോയി അല്ലെങ്കിൽ ഇവിടെ ഒരു പോർട്ടിൽ എത്തിച്ച് ക്രമീകരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ആവശ്യപ്പെടുത്തുന്ന ആവശ്യമില്ല. പക്ഷേ എന്താണ് നിറയാണോ കാലിയാണോ നമുക്ക് വ്യക്തത വരുത്തിയില്ല. ഇവരുടെ അറിയിപ്പ് അനുസരിച്ച് കാലിയാണെന്നാണ് പറയുന്നത്. പ്രദേശത്ത് സുരക്ഷ ശക്തമാക്കിയ പോലീസ് പ്രദേശവാസികളോട് മേഖലയിൽ നിന്നും മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങൾ കൈകാര്യം ചെയ്യുന്ന സാൽവേജ് കമ്പനി ടാങ്കർ കൈകാര്യം ചെയ്യുമെന്ന് കളക്ടർ വ്യക്തമാക്കി. ആലപ്പുഴയ്ക്ക് പിന്നാലെ കൊച്ചി ചെല്ലാനം മാലാക്കപ്പടി തീരത്ത് വീപ്പയടിഞ്ഞു. ചരക്ക് കപ്പലിൽ നിന്നുള്ള വീപ്പയാകാമെന്നും ആശങ്ക നിലനിൽക്കുന്നുവെന്നും പ്രദേശവാസികൾ. ആദ്യമാണ് ഇങ്ങനെ ഒരു വീപ്പയും മറ്റും വരുന്നത്. കാരണം സ്വാഭാവികമായിട്ട് ഇതൊരു പുറങ്ങളിൽ നിന്ന് ഒഴുകി തന്നെ വരാനുള്ള സാധ്യതയാണ് നമുക്ക് കാണുന്നത്. കാരണം അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ള പ്രശ്നം. ഇങ്ങനെ ഒരു വസ്തു ഇങ്ങനൊരു സന്ദർഭത്തിൽ പ്രത്യേകിച്ച് 2-3 ദിവസമായി വടക്കൻ കടൽ കൂടുകയും വടക്കുന്ന് തെക്കോട്ടി കടൽ വളരെ ഫാസ്റ്റായി പോകുന്ന സന്ദർഭത്തിൽ ഇത് വരുന്നത് ആശങ്കാജനകമാണ്. അത് കണ്ടെത്തി പരിഹരിക്കേണ്ടതാണ്. വീപ്പയ്ക്കുള്ളിൽ അപകടകരമായ വസ്തുക്കൾ ഉണ്ടാകില്ലെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. പോലീസും നാട്ടുകാരും ചേർന്ന് വീപ്പ സുരക്ഷിതമാക്കി. ആലപ്പുഴയിൽ കഴിഞ്ഞ ദിവസം രാത്രി ലൈഫ് ബോട്ട് കരക്കടിഞ്ഞിരുന്നു. വൻഹായ് ചരക്ക് കപ്പലിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ നഷ്ടമായ ലൈഫ് ബോട്ടാണ് തീരത്തണഞ്ഞത്. ന്യൂസ് മലയാളം, ആലപ്പുഴ, കൊച്ചി.